ഞാൻ ചെറിയ ബിസിനസ്സുകൾക്ക് ടി സപ്പോർട്ട് നൽകുന്ന ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഇന്നലെ ഒരു യൂസറിൽ നിന്ന് എനിക്കൊരു ടിക്കറ്റ് വന്നു. വിഷയം ഇതാണ്, മോണിറ്റർ ഓൺ ആകുന്നില്ല. ഞാൻ അവരെ വിളിച്ച് സാധാരണ ട്രബിൾ ഷൂട്ടിംഗ് തുടങ്ങി. മോണിറ്ററിലെ പവർ ബട്ടൺ ലൈറ്റ് കത്തുന്നുണ്ടോ ഞാൻ ചോദിച്ചു. ഇല്ല, അത് കംപ്ലീറ്റ് ഇരുട്ടാണ്, അവർ മറുപടി പറഞ്ഞു. ശരി, നമുക്ക് പവർ കേബിൾ നോക്കാം. അത് മോണിറ്ററിന്റെ പിന്നിലും വാൾ ഔട്ട്ലെറ്റിലും കറക്റ്റ് പ്ലഗ് ചെയ്തിട്ടില്ലേ? ഒരു വലിയ മൗനത്തിനു ശേഷം അയാൾ ആകെ ആശയക്കുഴപ്പത്തിൽ ചോദിച്ചു, എന്ത് പവർ കേബിൾ? എല്ലാ മോണിറ്ററിനും പ്രവർത്തിക്കാൻ ഒരു പവർ കേബിൾ വേണമെന്ന് ഞാൻ ക്ഷമയോടെ വിശദീകരിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി ഞാൻ ഒരിക്കലും മറക്കില്ല, പക്ഷേ ഇത് വയർലെസ് മോണിറ്ററാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ആവശ്യപ്പെട്ടത് തന്നെ. എനിക്ക് കേബിളുകൾ വേണ്ട. ഞാൻ ഒരു ദീർഘശ്വാസം എടുത്തു. സാർ, ഞാൻ പറഞ്ഞു, വയർലെസ് എന്ന് പറയുന്നത് വീഡിയോ സിഗ്നലിനെ സൂചിപ്പിക്കുന്നതാണ്. അത് കമ്പ്യൂട്ടറിൽ നിന്ന് വയർലെസ് ആയി സ്വീകരിക്കാം. അതിനർത്ഥം മോണിറ്റർ മാന്ത്രികമായി പ്രവർത്തിക്കുമെന്നല്ല, സ്ക്രീനും വയർലെസ് റിസീവറും ബാക്ക്ലൈറ്റും പ്രവർത്തിക്കാൻ അതിന് വൈദ്യുതി ആവശ്യമാണ്. അയാൾക്ക് ദേഷ്യം വന്നു. അപ്പോൾ ഇത് തെറ്റായ പരസ്യമാണ്. ഭിത്തിയിൽ കുത്തണമെങ്കിൽ പിന്നെ ഇതെന്തിനാണ് വയർലെസ് ആക്കിയത്? അപ്പോൾ എനിക്ക് വീഡിയോക്ക് വേണ്ടിയും ഒരു കേബിൾ ഉപയോഗിക്കാമായിരുന്നല്ലോ. ഡാറ്റാ ട്രാൻസ്മിഷനും വൈദ്യുതി വിതരണവും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിക്കാൻ ഞാൻ വീണ്ടും 10 മിനിറ്റെടുത്തു. ഒടുവിൽ ഒരു ഫീൽഡ് ടെക്നീഷ്യനെ അയച്ച് ഒരു പവർ കോഡ് പ്ലഗ് ചെയ്യാൻ മാത്രമായി എനിക്ക് ടിക്കറ്റ് ക്ലോസ് ചെയ്യേണ്ടി വന്നു. ഞങ്ങൾ എന്തോ ദുർമന്ത്രവാദം കാണിക്കുകയാണെന്ന മട്ടിൽ ആ യൂസർ സംശയത്തോടെയാണ് ടെക്നീഷ്യൻ പവർ കോഡ് പ്ലഗ് ചെയ്യുന്നത് നോക്കിനിന്നതെന്ന് ടെക്നീഷ്യൻ റിപ്പോർട്ട് ചെയ്തു. ചിലപ്പോഴൊക്കെ തോന്നും, എങ്ങനെയാണ് നമ്മൾ കണക്കുകൂട്ടാനുപയോഗിച്ചിരുന്ന അബാക്സിൽ നിന്ന് മൈക്രോചിപ്പിലേക്ക് എത്തിയതെന്ന്. റെഡിറ്റിലെ രസകരമായ കഥകൾ ഇനി മലയാളത്തിൽ. ചിരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമായ എല്ലാ കഥകളും ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാം. ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ.